ഹായ് എവരി വൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബിസ്ക്കറ്റ് ചായൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അതായത് ഒരു ബിസ്ക്കറ്റ് കൊണ്ട് ഒരു കപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ ചായ ഒഴിച്ച് കുടിക്കുന്നതാണ് ബിസ്ക്കറ്റ് ചായ. അപ്പോൾ നമുക്ക് ചായ കുടിക്കുകയും ചെയ്യാം, കപ്പ് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ ഗിവ് അവേയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അപ്പോൾ ബിസ്ക്കറ്റ് കപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 150 ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര അധികം ബട്ടർ ഞാൻ എടുത്തിട്ടുള്ളത് കുക്കീസും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ നിന്ന് ഞാൻ കപ്പും കൂടെ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇനി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ബട്ടർ ആണെങ്കിൽ അതൊന്ന് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച് സോഫ്റ്റ് ആയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ എടുക്കാൻ. ഇനി നമുക്കിതിലേക്കൊരു 1/2 കപ്പ് ബ്രൗൺ ഷുഗർ പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പൊടിച്ചതിന് ശേഷമാണ് കേട്ടോ 1/2 കപ്പ്. ഇനി ഇതിലേക്കൊരു 1/3 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഇതുപോലെ ഒരു മുട്ടയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 2 കപ്പ് മൈദ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതും കൂടെ അരിച്ചിട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുക്കീസും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര അധികം എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ സ്പാറ്റിൽ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ കൈവച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ മാവ് ഇതാ ഇതുപോലെ നമ്മളിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്ക് എടുത്തിട്ട് ഇതുകൊണ്ട് കപ്പ് ഉണ്ടാക്കാം കേട്ടോ ആദ്യം. അപ്പോൾ ഞാനിവിടെ ഇതാ ഇതുപോലെയുള്ള 3 ഡിസ്പോസിബിൾ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെയുള്ള സ്റ്റീൽ ഗ്ലാസ്സും എടുത്തിട്ടുണ്ട്. ഇനി സ്റ്റീൽ ഗ്ലാസിൻ്റെ പുറം ഭാഗത്ത് ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് ഓയിലാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഇതാ ഇതുപോലെ കുറച്ചധികം മാവ് എടുത്തിട്ട് നമുക്ക് ഈ ഗ്ലാസ്സിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഓയിലാക്കി വെച്ചിട്ടുള്ള ഈ സ്റ്റീൽ ഗ്ലാസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം മുകളിലേക്ക് സൈഡിലേക്ക് പൊങ്ങി വന്നിട്ടുള്ളതൊക്കെ മാറ്റിയിട്ട് സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഗ്ലാസ് ബേക്ക് ആവുമ്പോൾ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റിന് എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് കല്ലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇതുപോലുള്ള. ഇനി ബാക്കിയുള്ള മാവ് നമുക്ക് കുക്കീസ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ കുക്കീസ് ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇത് ഞാൻ ഈ ഒരു കപ്പ് ബേക്ക് ചെയ്തെടുക്കുന്നത് ഇതുപോലെ നമ്മളത് ഒരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലുള്ള തട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഈ ഗ്ലാസ് ഇറക്കി വെച്ചിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇത് കുറച്ച് കൂടുതൽ സമയം വേണം കേട്ടോ ബേക്കായി കിട്ടാൻ. അപ്പോൾ ബാക്കിയുള്ള മാവ് ഇതാ ഞാനിവിടെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുക്കീസിൻ്റെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. കൺവെൻഷൻ ഓവനിൽ 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 മിനിറ്റ് ആണ് കേട്ടോ ഇത് ബേക്ക് ചെയ്തെടുത്തത്. ഹൈ റാക്കിൽ വെച്ചിട്ട് വേണം കുക്കീസൊക്കെ ബേക്ക് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് കപ്പ് എന്തായി എന്നുള്ളതൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ കപ്പ് ഇതാ ബേക്കായി വന്നപ്പോൾ ഈ പേപ്പർ കപ്പൊക്കെ ഇതിൽ നിന്ന് വേറിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ ഈ ഒരു ഗ്ലാസ് കുറച്ചൊരു വണ്ണുള്ള ഗ്ലാസ് ആയതുകൊണ്ട് നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ കപ്പ് വളരെ തിന്നായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇത് ബേക്കായിട്ടുണ്ട്. നമുക്കത് പുറത്തെടുത്തിട്ട് എന്താണ് ഇതിൻ്റെ സ്ഥിതി എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ 2 കപ്പ് ആദ്യം തന്നെ പൊട്ടിപ്പോയിട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ഈ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ് അത്യാവശ്യം കുറച്ച് വണ്ണമുള്ള ഗ്ലാസ്സാണ്. അതുകൊണ്ട് നമ്മുടെ കുക്കീസിൻ്റെ കപ്പ് വളരെ തിന്നായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ കുക്കീസിൻ്റെ കപ്പ് നല്ല തിക്കായിട്ട് വേണം കേട്ടോ, എന്നാലുള്ളൂ നമുക്കിത് പൊട്ടാതെ എടുക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ ഈ ഒരു ഫാൾട്ട് ആർക്കും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ റെസിപ്പികളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ചില കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ ഫെയിലായി പോകും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇത് ഊരാനും കിട്ടുന്നില്ല, കാരണം ഊരിയാൽ പൊട്ടിപ്പോവും. വളരെ തിന്നായിട്ടാണ് ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ കപ്പ് ഉള്ളത്. അപ്പോൾ ഇത് കുറച്ചൊരു വണ്ണുള്ള ഗ്ലാസ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെയുള്ള അബദ്ധങ്ങളിൽ ആരും ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ റെസിപ്പികളൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് തിന്നായിട്ടുള്ള ഗ്ലാസ്സൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഇനി വേറെ വഴിയിലും ഈ ഒരു കപ്പ് നമുക്ക് ബിസ്ക്കറ്റ് കപ്പ് ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യാം കേട്ടോ. ഇനി വളരെ തിന്നായതുകൊണ്ട് ഈ ഗ്ലാസ് ഇതിൽ പറ്റി പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ബിസ്ക്കറ്റ് കപ്പ് ഉണ്ടാക്കിയപ്പോൾ സംഭവിച്ചത്. ഇത് നമുക്ക് വേറൊരു രീതിയിലും ഇത് ചെയ്ത് നോക്കാം. അപ്പോൾ സക്സസ് ആയാലും ഞാൻ എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്